ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അലൻ 7. ഒരു ഫുൾ ചിക്കൻ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലൻ ഡിഷാണ് കേട്ടോ നമ്മളിന്ന് ട്രൈ ചെയ്യുന്നത്. ഇതിൻ്റെ പേര് പറുദീസ ചിക്കൻ എന്നാണ്. നിങ്ങൾ പറ്റുകയാണെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഡിഷാണ് കേട്ടോ ഇത്. അതും വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മളൊരു ഫുൾ ചിക്കൻ തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒരു ഫോർക്ക് വെച്ച് ഇതേപോലെ കുത്തി കൊടുക്കണം കേട്ടോ. ചിക്കൻ്റെ എല്ലാ സൈഡും ഇതേപോലെ കുത്തി കൊടുക്കാം, എന്നാലാണ് അതിലോട്ട് മസാല നല്ലപോലെ പിടിക്കുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലോട്ടുള്ള മസാല റെഡിയാക്കാം. അതിനായി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു ക്യാപ്സിക്കം അത് ഇതേപോലെ ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ. ഇനി അതിലോട്ട് കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കാം. അതിനുശേഷം മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ലപോലെ ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കാൻ. പിന്നെ 2 മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മുളക് പൊടി, കുറച്ച് ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് വിനീഗർ, കുറച്ച് കുക്കിംഗ് ഓയിൽ കൂടി വെച്ച് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കൈ കൊണ്ട് നല്ലപോലെ പിഴിഞ്ഞ് വേണം മിക്സ് ചെയ്യാൻ, അപ്പോൾ മസാലയൊക്കെ നല്ലപോലെ പിടിക്കും. ഇപ്പം നമ്മൾ മസാലയൊക്കെ നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ചിക്കനിലോട്ട് മസാല നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം. എല്ലാ സൈഡും നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. രണ്ട് സൈഡും തിരിച്ചും മറിച്ചു വിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ ചിക്കനിലോട്ട് മസാല നല്ലപോലെ ആയിട്ടുണ്ട്. ചിക്കൻ്റെ ഉള്ളിലോട്ടെല്ലാം മസാല നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. നമ്മുടെ മസാല ഒരുവിധം എല്ലായിടത്തും ആയി. ഇത് നമുക്കിതൊരു 1.5 മണിക്കൂർ ഒന്ന് പിടിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാൻ, എന്നാലും ആ ചിക്കൻ സോഫ്റ്റായി കിട്ടുള്ളൂ. ഏകദേശം 1/2 മണിക്കൂറൊക്കെ നമ്മളിങ്ങനെ വേവിച്ചതിന് ശേഷം തിരിച്ച് മറിച്ചിട്ട് വേവിക്കാം, എന്നാലും 2 സൈഡ് നല്ലപോലെ വേവാവുള്ളൂ. ഇപ്പോൾ ഏകദേശം നമ്മൾ ചിക്കൻ നല്ലപോലെ വേവായിട്ടുണ്ടേ. ഇപ്പോൾ എന്നതായി ഒരു വെള്ളമൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. അത് കിടിലൻ ടേസ്റ്റാണ് കേട്ടോ, കിടിലൻ സ്മെല്ലൊക്കെയാണ് വരുന്നതെന്ന്. ഇനി ഇതിലോട്ട് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ അണ്ടിപ്പരിപ്പ് അരച്ചെടുത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതുകൊണ്ട് തന്നെ തിരിച്ച് മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. എന്നാലാണ് നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ അതിലൊന്ന് മിക്സ് ആവുള്ളൂ. ആഹാ, അപ്പോൾ എൻ്റെ ഗ്രേവി എല്ലാം നോക്കിയാൽ കിടിലൻ ടേസ്റ്റുള്ള ഗ്രേവി കേട്ടോ. ഇതിൻ്റെ സ്മെല്ല് തന്നെ വേറെ ലെവലാണ് കേട്ടോ. നിങ്ങൾ ഈ ഡിഷ് ഒരു വട്ടമെങ്കിലും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണേ.